Third Eye. വേൾഡ് കപ്പിന്റെ ബഹളത്തിൽ നമ്മൾ ക്രിക്കറ്റ് മറന്നിട്ടില്ല. ക്രിക്കറ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പോയി. സൂര്യകുമാർ യാദവ് എന്ന നായകന് പകരം ശ്രേയസ് അയ്യർ ആയിരുന്നു നായകൻ. വലിയ ഒരു മാറ്റമായിരുന്നു. കാരണം നമുക്ക് വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളിലേക്ക് ടീമിനെ നയിച്ച സൂര്യകുമാർ ടീമിൽ പോലും ഇല്ലാതെയാണ് ശ്രേയസ്, നമ്മുടെ വൈഭവ് സൂര്യവംശി ഉൾപ്പെടെ സഞ്ജു ഉൾപ്പെടെയുള്ള ടീം ഇംഗ്ലണ്ടിലേക്ക് പോയത്. പക്ഷേ 4 മത്സരം നമ്മളാകെ തകർന്ന ഒരു സീരീസ് ആയിട്ട് അത് മാറി. അതിന് ശേഷം നമ്മൾ സിംബാബ്വെക്കെതിരായിട്ടുള്ള 3 മത്സര T20 പരമ്പര കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. നമ്മൾ 3-0 ജയിച്ചു. T20 വേൾഡ് റാങ്കിങ്ങിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് തിരികെ വരികയും ചെയ്തു. പക്ഷേ വിഷയം അതല്ല. നമ്മുടെ സഞ്ജു പലപ്പോഴായിട്ട് നമ്മൾ ഈ വേദിയിൽ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റാണത്. സഞ്ജുവിനോട് മാത്രം എന്തെങ്കിലും കലിപ്പ് നമ്മുടെ ക്രിക്കറ്റ് അധികാരികൾക്കുണ്ടോ എന്നുള്ളതാണ്. വേൾഡ് കപ്പ് നമ്മൾ കണ്ടതാണ്. വേൾഡ് കപ്പ് അകത്തും പുറത്തുമായിട്ട്. പക്ഷേ പിന്നെ അതായത് നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ മത്സരം, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തുടർച്ചയായിട്ട് 3 വലിയ ഇന്നിങ്സുകൾ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് വേൾഡ് കപ്പ് സ്വന്തമാക്കി തന്നത്. അതിന് ശേഷം നടന്ന പരമ്പരയാണ് ഇംഗ്ലണ്ടിനെതിരെ. പക്ഷെ അദ്ദേഹത്തിന് വലിയ ഫോമിലേക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല. അതേപോലെ അതിന് തൊട്ടു മുമ്പായിട്ട് IPL നടന്നിരുന്നു. IPL-ലും അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിലേക്ക് വന്നു. വലിയ ഇന്നിങ്സുകൾക്ക് കഴിഞ്ഞില്ല. 2 സെഞ്ചുറികളൊക്കെ നേടിയെങ്കിൽ പോലും. പക്ഷേ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കി. സിംബാബ്വെക്കെതിരായിട്ടുള്ള പരമ്പരയിൽ അദ്ദേഹം ഇല്ല. സിംബാബ്വെക്കെതിരായിട്ടുള്ള പരമ്പരയിലും ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലും മറ്റൊരാൾ കളിച്ചിരുന്നു, അഭിഷേക് ശർമ്മ. നമ്മൾ ഈ പ്രാദേശികവാദം പറയുകയല്ല. അഭിഷേക് ശർമ്മ അദ്ദേഹത്തിന്റെ 5-3-8 ഇന്നിങ്സുകളൊന്ന് നോക്കുക. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? പക്ഷെ അദ്ദേഹം ടീമിലെ സ്ഥിരക്കാരനെ പോലെ, പണ്ടൊക്കെ നമ്മുടെ ക്രിക്കറ്റിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ പിന്തുണയുള്ളവർ, അതായത് ലോബിയിങ് നടത്തി പിന്തുണ ആർജിക്കുന്ന രാഷ്ട്രീയ സപ്പോർട്ടുള്ള താരങ്ങൾ വട്ടപൂജ്യം എത്ര തവണ നേടിക്കഴിഞ്ഞാലും അവർ ടീമിലെ സ്ഥിരക്കാരാണ് എന്ന് നമ്മളൊക്കെ പണ്ട് പറയാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ സമീപകാലത്ത് വന്ന മാറ്റം, ധാരാളം ടാലൻസ് വന്നതോടുകൂടി ആരെങ്കിലും 1-2 മത്സരങ്ങളിൽ ബാക്ക് പെർഫോമൻസ് ആയാൽ, മോശം പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ അവരെ മാറ്റാറുണ്ട്. ഇപ്പൊ സഞ്ജു ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ മോശമായിരുന്നു, മാറ്റിയതിൽ സങ്കടമില്ല, ഓക്കെ. പക്ഷേ അഭിഷേക് ആ പരമ്പരയിൽ മാത്രമല്ല, സിംബാബ്വെക്കെതിരായിട്ടുള്ള പരമ്പരയിലും നിരാശപ്പെടുത്തിയ ഒരു കാഴ്ചയിൽ തുടർച്ചയായിട്ട് 3 മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചു സിംബാബ്വെക്കെതിരെ. അതേ 3 മത്സരങ്ങളിൽ വൈഭവ് സൂര്യവംശി കളിച്ചിട്ടുണ്ട്. 2 ഹാഫ് സെഞ്ചുറി അദ്ദേഹം നേടി. അദ്ദേഹത്തിന്റെ, അതായത് 15 വയസ്സുകാരനായ ഒരാളാണ് അതിഗംഭീരമായിട്ട് കളിച്ച്. കോച്ചായ VVS ലക്ഷ്മൺ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ 15-കാരന്റെ പക്വത കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. അപ്പം വൈഭവ് അവിടെ നിൽക്കട്ടെ. നമുക്ക് പറയാനുള്ളത്, സഞ്ജുവിനോട് മാത്രം ഇത്തരത്തിലുള്ള ഒരു വിവേചനം, അഭിഷേകിന് ഇത്രത്തോളം സപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ഇനിയും വളരേണ്ടതില്ലേ? കാരണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, എല്ലാവർക്കും അവസരം കൊടുക്കണം. പക്ഷെ ഒരാളെ മാത്രം വരിഞ്ഞ് അല്ലെങ്കിൽ വകഞ്ഞ് മാറ്റിക്കൊണ്ട് ഒരാൾക്ക് സ്ഥിരം അവസരം കൊടുക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. അതിനെതിരെ നഖശികാന്തം പോരാടിയവരാണ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്രേമികൾ എന്ന് പറയുന്നത്. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് സഞ്ജുവിനോട് മാത്രം കാണിക്കുന്ന അയിത്തം അത് അവസാനിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു. സഞ്ജുവിന് അവസരം കൊടുക്കണം. അവസരം കൊടുത്താൽ, അല്ലെങ്കിൽ കൊടുത്ത അവസരങ്ങൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ബ്രേക്ക് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണം. അഭിഷേകിനോട് എത്ര 0 എടുത്തു കഴിഞ്ഞാലും നിനക്ക് കളിക്കാം എന്നുള്ള രീതിയിൽ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. എന്തായാലും പ്രാദേശികവാദം പറയുന്നില്ല, മറിച്ച് എല്ലാവരോടും ഒരേ നീതി പാലിക്കുമ്പോഴാണ് നമ്മുടെ ക്രിക്കറ്റ് വളരുക. എല്ലാവർക്കും അവസരം നൽകട്ടെ. പെർഫോം ചെയ്യുന്നവർ, വൈഭവിനോട് ആർക്കും പരാതിയില്ലല്ലോ. വൈഭവ് ചെറിയ പ്രായത്തിൽ വന്ന് IPL-ൽ രാജസ്ഥാന് വേണ്ടി ഗംഭീരമായ മത്സരങ്ങൾ കളിച്ച, ഇന്നിങ്സുകൾ കളിച്ച ഒരാളാണ്. ആ മികവിലാണ് അദ്ദേഹം ദേശീയ ടീമിലേക്ക് വരുന്നത്. ദേശീയ ടീമിൽ എത്തിയിട്ട് അദ്ദേഹം ഈ സിംബാബ്വെ പോലെ, അതായത് ഹരാരെ ക്രിക്കറ്റ് ക്ലബ് മൈതാനം എന്ന് പറയുന്നത് വലിയ മൈതാനത്ത് പ്രതികൂല കാലാവസ്ഥയിലൊക്കെ ആ 15-കാരൻ ഗംഭീരമായിട്ട് 81-50 ഒക്കെ നേടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആ രീതിയിൽ വളരുമ്പോൾ, ഒരു 15-കാരന്റെ ഇന്നിങ്സ് ആണ്, എല്ലാവരും കൈയടിക്കുന്നുണ്ട്. പക്ഷെ സഞ്ജുവിനോടുള്ള അയിത്തം ഇനിയെങ്കിലും നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് അവസാനിപ്പിക്കണം.